പോലീസുകാര് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അവിടെ നടക്കുന്ന പല കാര്യങ്ങളും റിയലിസ്റ്റിക് ആയിട്ടാണ് ചിത്രീകരിച്ചത്. ഇപ്പൊ സ്പാൻ ചിത്രീകരിക്കുമ്പോ ഇൻഡസ്ട്രിക്ക് അത് ബാഡാവോ നെഗറ്റീവോ ഒന്നും എപ്പോഴും ചിന്തിച്ചിട്ടില്ല. കാരണം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മലയാളികൾ അത് സെക്സ് സർവീസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. അതിനിപ്പോ കമന്റുകളായിട്ട് ഇങ്ങനെ വരുന്നത് അത് പക്ഷെ ഇപ്പോൾ കറക്റ്റ് റൈറ്റ് ടൈമിലാണ് വരുന്നത്. ഞാന് ഷൈൻജയുമായിട്ട് ഈ പഠനത്തിന്റെ ആലോചന കണ്ട തന്നെ പുള്ളി റിസർച്ചിന്റെ സമയത്ത് തന്നെ നമ്മള് ബന്ധപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു ഇതിനോട് പുള്ളിയായിട്ട് സംസാരിച്ചതിന് എനിക്ക് മനസ്സിലായത് ഇത് എർബിഡ് ഷൈന്റെ സ്പൈ ആണ്, മറ്റൊരു സ്പൈ. ഇത് എർബിഡ് ഷൈന്റെ സ്പൈ ആണ്. അത് കാണാൻ വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്. എർബിഡ് ഷൈന്റെ സ്പൈ ഡാറ്റ കളക്ഷൻ പല സ്ഥലത്ത് എടുക്കുകയും പിന്നീട് നമ്മൾ ഇമാജിനേഷനിൽ എന്റെ സ്പാ ജനറലൈസ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്റെ സിനിമ അത് അതെ അത് കുറച്ച് ഇമാജിനേഷനോ ഫിക്ഷനോ ഒക്കെ ആയിരിക്കാം. ബാക്കി കാര്യങ്ങളും ഒക്കെ ഈ പറയുന്നത് സാങ്കല്പികമാണെന്ന്, ഈ കഥയും ഈ കഥാപാത്രങ്ങളും സാങ്കല്പികമാണെന്ന് ടാഗ് ഞാൻ എന്റെ മുന്നിൽ വയ്ക്കും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു നല്ല സ്പൈയിൽ പോകാത്തതുകൊണ്ടാണ് ഈ ചിന്ത. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതൊരു സിനിമയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് ഇതിന്റെ ഒരു പ്രൊമോഷൻ കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് സ്പായകളുടെ തിയേറ്ററിൽ റെയ്ഡ് നടത്തുമ്പോൾ ഞങ്ങൾ